DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 15 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്: സംസ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. എങ്കിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. സംസ്ഥാനത്ത് ഈ മാസം 18 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരും മണിക്കൂറിൽ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്: കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന ആശ്വാസകിരണം പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം 600 രൂപയിൽ നിന്ന് 1000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, 100% ഭിന്നശേഷിയുള്ളവർ, കിടപ്പിലായ രോഗികൾ, ക്യാൻസർ, ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയ രോഗബാധിതർ, വയോജന രോഗികൾ എന്നിവരെ പരിചരിക്കുന്നവർക്കാണ് ആശ്വാസകിരണം പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നത്. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്തെ OBC വിഭാഗത്തിൽപ്പെട്ട കരകൗശല തൊഴിലാളികൾക്ക് പണിയായുധങ്ങൾ വാങ്ങുന്നതിനായി സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20,000 രൂപയാണ് ഗ്രാന്റായി 2 ഗഡുക്കളിലായി അനുവദിക്കുന്നത്. മുൻപരിചയവും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയുമുള്ള തൊഴിലാളികൾക്ക് മുൻഗണന നൽകുന്ന ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ 2026 ഓഗസ്റ്റ് 31 മുൻപായി ഓൺലൈൻ വഴി സമർപ്പിക്കേണ്ടതാണ്. BIS അംഗീകൃതവും ഗുണനിലവാരമുള്ളതുമായ ഉപകരണങ്ങൾ വേണം വാങ്ങുവാൻ. അടുത്ത അറിയിപ്പ്: സ്വർണ്ണ വായ്പ എടുക്കുന്ന ഉപഭോക്താക്കൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്ന ചില സുപ്രധാന നിബന്ധനകളൊക്കെ ബാങ്കിംഗ് മേഖലയിൽ എത്തിയിട്ടുണ്ട്. വായ്പാ തുകയും പലിശയും പൂർണ്ണമായി തിരിച്ചടച്ചു കഴിഞ്ഞാൽ ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ 7 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ഈടായി നൽകിയ സ്വർണം ഉടമസ്ഥന് തിരികെ നൽകേണ്ടതുണ്ട്. ഇതിൽ സ്ഥാപനം വീഴ്ച വരുത്തിയാൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5000 വീതം നഷ്ടപരിഹാരം നൽകാൻ സ്ഥാപനം ബാധ്യസ്ഥരാണ്. അതിനാൽ സ്വർണ്ണ പണയമൊക്കെ വെക്കുന്നവർ ഈ നിയമങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അടുത്ത അറിയിപ്പ്: PM കിസാൻ സമ്മാൻ നിധിയുടെ 24ാം ഗഡു വിതരണ കാലാവധി ആരംഭിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ അവസാനമോ ഒക്ടോബർ ആദ്യമോ 24ാം ഗഡുവായ 2000 രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർ തങ്ങളുടെ EKYC പുതുക്കൽ പ്രക്രിയ ഉടൻ തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ തുടർന്നും അക്കൗണ്ടുകളിൽ ലഭിക്കുന്നതിന് ഈ പുതുക്കൽ അത്യന്താപേക്ഷിതമാണ്. കർഷകർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് EKYC പൂർത്തിയാക്കാവുന്നതാണ്. ഇതിനായി പ്രത്യേകം അവസാന തീയതി നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ധനസഹായ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ കഴിയുന്നത്ര വേഗത്തിൽ ഇത് പൂർത്തിയാക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.